ഹലോ! ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടേ. ഇൻട്രോ ഒന്നും എടുക്കാനുള്ള നേരം ഉണ്ടായിട്ടില്ല ട്ടാ. അതുകൊണ്ട് വണ്ടി കേറി ഇരുന്നതിന് ശേഷാണ് ശരിക്കും വീഡിയോ എടുക്കുന്നത്. ഇതൊരു ശനിയാഴ്ചയാണ് കേട്ടാ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അനുവിന്റെ അതിന്റെ സ്കൂൾ തുറക്കാനായിന്ന്. ശനി കഴിഞ്ഞ് ഞായർ തിങ്കളാഴ്ചയാണ് അവർക്ക് സ്കൂൾ തുറക്കുന്നത്. എന്റെ ഒരു കാര്യം പറയാ വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോ എവിടെയെങ്കിലും പോവാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാല് എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഒരാഴ്ച മുന്നേ പ്ലാൻ ചെയ്യാൻ തുടങ്ങും. പ്ലാൻ ചെയ്ത് നടക്കോ ഇല്ലയോ എന്ന് അത് വേറെ കാര്യം. എന്നാലും ഞാനെല്ലാം ഫുൾ അറേഞ്ച്മെന്റ് എല്ലാം എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. ഇപ്പൊ എന്തെങ്കിലും ഒരു കല്യാണത്തിനാണെങ്കിലും എല്ലാം എല്ലാം റെഡിയാക്കിയിട്ട് വെക്കും ഞാൻ. അതുപോലെയാണ് അനുവിന്റെ അതിന്റെയും സ്കൂള് തിങ്കളാഴ്ച തുറക്കുന്നത്. ഇന്ന് ശനി ഞായർ തിങ്കളാഴ്ച സ്കൂൾ തുറക്കുന്നത്. ഞാൻ ഓൾറെഡി നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഒരാഴ്ച മുന്നേല് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് എല്ലാം ചെയ്ത് എല്ലാം സെറ്റാക്കി അഹങ്കാരത്തിൽ ഇരിക്കുകയുണ്ടായതേ. ഞാനിങ്ങനെ അനുവോടും ആദ്യോടും പറയുന്നുണ്ട്. നാളെ ഒരു ദിവസം കൂടിയല്ലേ ഇല്ലൂ. പിന്നെ ടെൻഷനൊന്നുമില്ലല്ലോ. എല്ലാം റെഡി ആണല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിനി സത്യം പറഞ്ഞു കഴിഞ്ഞാല്. എന്നിട്ട് അജയേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ വർത്താനം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എന്തോ പെട്ടെന്ന് എന്തോ ഭാഗ്യത്തിന് അജയേട്ടൻ ചോദിച്ചതുകൊണ്ട് എനിക്ക് ഓർമ്മ വന്നു. അനുവോടും ആദ്യോടും ചോദിക്കുന്നുണ്ട് ഷൂ എല്ലാം പോളിഷ് ചെയ്ത് വെച്ചില്ലേ അനു അതീന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ ഷൂ വാങ്ങിച്ചിട്ടില്ലല്ലോ എന്നുള്ള കാര്യം ഓർമ്മ വരുന്നത്. ശരിക്കും ഇവർക്ക് സ്കൂൾ തുറക്കുന്ന സമയത്ത് ഈ അക്കാദമിക് ഇയർ തുടങ്ങുന്ന സമയത്ത് തന്നെ ഷൂ വാങ്ങിച്ചിട്ടുണ്ടായി. അത് കുറച്ച് ലൂസാണ്. ഇട്ട് നടക്കുമ്പം ചില സമയത്ത് ഇങ്ങനെ ഊരി വരുന്ന പോലെ. ഇത് ഓർമ്മ വന്നാട് വേഗം കിഴിഞ്ഞു കൂട്ടാ. കാരണം ഇനിയിപ്പം ആകെ പിറ്റത്തെ ദിവസം ഞായറാഴ്ചയും കൂടി മാത്രല്ലേ ഇല്ലൂ. അതുകൊണ്ട് വേഗം ഇന്ന് തന്നെ ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഒപ്പിക്കാന്നുള്ള രീതിയിൽ വേഗം പുറത്തേക്ക് ഇറങ്ങി. ഏടത്തേക്ക് പോകണ്ട് എന്നുള്ളൊരു ടെൻഷനായി. ഒന്നാമത് ലീവ് ദിവസമായതുകൊണ്ട് കുറച്ച് ട്രാഫിക്കലുണ്ട്. അന്നേരം കുറച്ച് അടുത്ത് തന്നെ ഒരു ഫ്രൈഡേ സെന്റർ പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട്. അവിടെ അധികം ഉണ്ടാവലുണ്ട്. അന്നേരം അങ്ങനെ ഇറങ്ങാന്ന് വിചാരിച്ചിട്ട് ആടെ തന്നെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയിലാണ് കേട്ടാ പോകുന്നത്. കാരണം ഏകദേശം പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് വെറും കൈയോടെ അവിടുന്ന് മടങ്ങലില്ല പൊതുവേല്. അന്നേരം അങ്ങനെ വെച്ച് പിടിക്കുന്നു ഫ്രൈഡേ സെന്ററിലേക്ക്. റോഡിൽ എവിടെയെങ്കിലും ട്രാഫിക് കണ്ടു കഴിഞ്ഞാല് ചേട്ടൻ ഇങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുന്നത് ഇഷ്ടേയല്ല. അന്നേരം അടുത്ത് റൈറ്റ് സൈഡിൽ ഏതെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ എന്നാടും അങ്ങോട്ട് കയറും. അവസാനം സംഭവ സ്ഥലത്ത് എത്തും. എന്നാലും കുറച്ച് വളഞ്ഞു തിരിഞ്ഞിട്ടായിരിക്കും കേട്ടോ എത്തല്. എന്നാലും ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്നതിനെയും കാട്ടിയും വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ നല്ലതെന്ന് പറയും. അങ്ങനെ ലാസ്റ്റ് ഫ്രൈഡേ സെന്ററിൽ മുമ്പിൽ പാർക്ക് ചെയ്തിട്ട് വേഗം ചാടി കയറി ഷൂവിന്റെ സെക്ഷനിൽ. നല്ല തിരക്കുണ്ടായിനെ. ഈ ഒരു ചെരുപ്പ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ട്ടോ. 5 ദിറംസാറ്റേയില്ലു. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിട്ട്. പക്ഷെ അനു ആദ്യം അത് മതി എന്ന് പറഞ്ഞിട്ട് എന്നെ കാണിച്ച് ഇത് വേണ്ട അവരെ കയ്യിലുള്ളത് മതി എന്ന് പറഞ്ഞിട്ട്. അതിന്റെ വീട്ടിന്റെ അകത്ത് ഇടാൻ വേണ്ടിട്ടാണ്. വീട്ടിന്റെ അകത്ത് എന്തെന്ന് പറയല് ഇപ്പം പൊതുവേല് ഇങ്ങനെയുള്ളത് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിലേ ചൂടാണ്. അന്നേരം ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ എന്താ പറയല് ഒരു പഞ്ഞി ടൈപ്പ് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫാൻസി ടൈപ്പ് ആണേ. അത് ഇട്ടിട്ട് വെള്ള കളറും അത് ഇട്ടിട്ട് എന്താ വേണ്ടത് 2 ദിവസം വീട്ടിലിടും. പിന്നെ അത് എവിടെയെങ്കിലും മൂലക്ക് ഉണ്ടാവും. പുറത്ത് പോവാൻ ഇടാൻ പറ്റുന്ന ഒരു ചെരുപ്പും അല്ലല്ലോ അത്. എന്നിട്ട് ഞാൻ പറഞ്ഞു അത് ഇടണ്ട വേറത് വാങ്ങിക്ക്. അതാവുമ്പം ഉള്ളിലിട്ടിട്ട് മടുക്കുമ്പോ നമുക്ക് പുറത്തേക്ക് ഇടാല. അന്നേരം അത് സമ്മതിക്കുന്നില്ല കേട്ടാ. ഞാൻ അവസാനം പറഞ്ഞാ പിന്നെ രണ്ടും വാങ്ങിക്കണ്ട. അവിടുന്ന് ഓൾറെഡി സ്കൂളില് പോകുമ്പോ ഇടാൻ ഷൂ കിട്ടിയിട്ടില്ല. ഇതൊരു മുതലയാ മറ്റാന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അതിന് എന്തെല്ലാം ഉണ്ട് കേട്ടാ. വെയിലും പിന്നെ അതെ ഡോൾഫിനോ അങ്ങനെ എന്തോ സംഭവം. പിന്നെ അങ്ങനെ കുറെ എന്തെല്ലോ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. വലിയ മോശമൊന്നുമില്ല. ആ ഒരു ചെറിയ പൈസയല്ലേലു. വീട്ടിൽ നിന്ന് മീൻസ് നമുക്കിങ്ങനെ റഫ് യൂസിനെല്ലാം നല്ലതാണ്. അങ്ങനെ അധികം പൊട്ടിപ്പോകുന്ന ഒരു സംഭവമല്ല. ആദ്യം അവിടുന്ന് ബേക്കുന്ന തകൃതിയായിട്ട് ചെക്ക് ചെയ്ത് കുറേ എണ്ണം സൈസെല്ലാം വെച്ച് നോക്കിയിട്ട് നോക്കുന്നുണ്ട് കേട്ടാ. ഞാൻ പറഞ്ഞ അവസാനം അവിടുന്ന് കിട്ടിയില്ല. ഞാൻ പറഞ്ഞ വേണ്ട ഒറ്റ ഒന്നായിട്ട് അത്രയും വലിയ ക്യൂ നിന്നിട്ട് ബില്ല് പേ ചെയ്തിട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. എവിടുന്നാണ് സ്കൂൾ ഷൂ കിട്ടുന്നത് അവിടുന്ന് നമുക്ക് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കിട്ടിയിട്ടല്ലോ. അവിടുന്ന് നേരെ വണ്ടി കയറി അടുത്ത ഷോപ്പിലേക്ക് കയറി. ഇത് യാര പറഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ കേട്ടാ. യാര എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണ്. ഇവിടെ ചെരുപ്പ് ഉണ്ടാവുമോന്ന് ഞാൻ ഇതുവരെ ഇവിടുന്ന് ചെരുപ്പ് വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ട് ഷൂ ഒന്നും ഉണ്ടാവാനുള്ള സാധ്യത ഇല്ലാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കേട്ടാ പോകുന്നത്. പ്രതീക്ഷയോട് കൂടി പോയ ഫ്രൈഡേ മാർക്കറ്റ് പണിയാവുന്ന സ്ഥിതിക്ക് ഇതെനക്കൊരു ടെൻഷൻ പിടിച്ചിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. പോകുമ്പോഴേക്ക് അതിൻ്റെ അകത്ത് ആരും ഇല്ല. വലിയ തിരക്കൊന്നുമില്ല. പിന്നെ അങ്ങനെ പോയി ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം എന്തായാലും എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെയല്ലേ. അതുകൊണ്ട് പിന്നെ എന്തായാലും പോയ വഴി എന്തായാലും കയറാം. രാത്രി നല്ലോണം ലേറ്റ് ആയി. ഒരു ഏകദേശം ഒരു 8:30 9 മണിയെല്ലാം ആവുന്ന സമയത്താണ് നമ്മൾ ഇറങ്ങിയത് തന്നെ. അന്നേരം അപ്പുറം കേറി ഇങ്ങോട്ടും കേറുന്ന സമയത്ത് ഏകദേശം കുറച്ച് ലേറ്റ് ആയി ട്ടാ.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആടെ പിള്ളേരെ ബാക്ക് ടു സ്കൂൾ അങ്ങനെയുള്ള ഒരു സെക്ഷനെ ഞാൻ കണ്ടിട്ടില്ലേ. ചെരുപ്പിൻ്റെത് പിള്ളേരുടെ ഒട്ടും ഉണ്ടായി. പിള്ളേരുടെ സാധാരണ ഉണ്ട് കേട്ടോ, അതായത് ഇതുപോലത്തെ എല്ലാം കുറേ കളക്ഷൻസ് ഉണ്ട്. പക്ഷെ സ്കൂളിൽ പോകേണ്ട പ്ലെയിൻ ബ്ലാക്ക് ഷൂ ആ വേണ്ട അനുനി അധികം. അങ്ങനത്തെ സംഭവങ്ങളൊന്നും അവിടെ കിട്ടിയില്ല. അധികം വർക്കോ ഡെക്കറേഷനോ സ്റ്റോൺസോ അങ്ങനത്തെ ഒന്നും വരാത്ത പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്ക് ഷൂ ആ വേണ്ടത്. അതൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ ജസ്റ്റ് വന്ന സ്ഥിതിക്ക് എല്ലായിടത്തും ഒരു മൂലയും തപ്പാണ്ട് പോകാനാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഓരോന്നിന്റെ ഇത് നോക്കുന്നതും റേറ്റ് നോക്കുന്നതും റേറ്റ് കമ്പയർ ചെയ്തെല്ലാം എൻ്റെ പണി. എവിടെയെങ്കിലും ഇങ്ങനത്തെ ജീൻസ് പാൻറ് ഞാൻ ഓൾറെഡി അനുവിനെ അധികം നെസ്റ്റോ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിന്. അന്നേരം അതും ഇതും എത്ര പൈസ ഡിഫറൻസ് ഇല്ലേ അങ്ങനെല്ലാം നോക്കി. എല്ലായിടത്തിനും പ്രൈസ് ടാഗാണ് ആദ്യം നോക്കല്. അത് വിട്ടൊരു കളിയില്ല. അങ്ങനെ പിന്നെ ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ ആടുന്ന്. കാരണം ഇനിയിപ്പം എന്തായാലും ലേറ്റ് ആയി, നമ്മ ഉദ്ദേശിച്ച സാധനം നമുക്ക് കിട്ടിയിട്ടുമില്ലല്ലോ. അങ്ങനെ മെല്ലെ ആടുന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു. ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ അനുവാദിയും പറഞ്ഞിട്ടുണ്ടായിനി അവർക്ക് ബർഗർ വേണമെന്നുള്ളതേ. ഈ ബർഗറിന്റെ ആവശ്യങ്ങളെല്ലാം എപ്പോഴെങ്കിലും പറയുന്നതായിരിക്കും. ഇവരങ്ങനെ ബർഗർ, KFC, പിസ്സ ഇതിന്റെ ഒന്നും വലിയ ഒരു ഫാനല്ല. അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല. പൊതുവേ നോൺ വെജ് കഴിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ടീമാണ്. എന്നാലും ഇടക്ക് മാത്രമേ ഇങ്ങനെയുള്ളതെല്ലാം പറയുള്ളൂ. അതുകൊണ്ട് നമ്മ ഓക്കെ നാളെ മേടിച്ചു തരാം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ അത് മേടിച്ചു കൊടുക്കും കേട്ടോ. അങ്ങനെ അധികം എപ്പോഴും വേണം വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്ന ഒരു ടീം അല്ലാത്തത് കൊണ്ട് അവരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കഫ്റ്റീരിയാണ്. ഇവിടുത്തെ സിംഗർ ബർഗർ അവർക്ക് നല്ല ഇഷ്ടമാണ്. അന്നേരം കുറച്ച് ദൂരം നമുക്ക് നമ്മ വേറെ ഏതെങ്കിലും ലൊക്കേഷൻ ആണെങ്കിൽ പോലും ഏകദേശം ഇവിടെ തന്നെ വന്നിട്ട് നമ്മൾ വാങ്ങിച്ചു കൊടുക്കാൻ നിൽക്കലുണ്ട്. കാരണം എപ്പോഴെങ്കിലും പറയുന്നതല്ലേ അപ്പാ, പിള്ളേരല്ലേ, പിള്ളേർക്ക് എപ്പോഴെങ്കിലും പറയുമ്പോൾ നമുക്കത് എപ്പോഴും സ്ഥിരം ഒരു അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ മോശമാണ്. അതും പറയണം. ഇത് പിന്നെ അതുകൊണ്ട് പിന്നെ ചേട്ടൻ പറഞ്ഞു എന്നാ പിന്നെ എന്തായാലും രാത്രിത്തെ ഫുഡ് അത് മതി എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാങ്ങിച്ചിട്ട് വരികയാണ്. ഏകദേശം നല്ലോണം ലേറ്റ് ആയി കേട്ടാ. പിന്നെ ചേട്ടൻ പറഞ്ഞു എന്നാ പിന്നെ ഇന്നത്തത് ഷോപ്പിംഗ് അങ്ങ് നിർത്താം, ഷോപ്പിംഗ് അല്ല തപ്പുന്നത് നിർത്താം, നമുക്ക് നാളെ രാവിലെ പോവാന്ന് പറഞ്ഞിട്ട് ഫുഡെല്ലാം വാങ്ങിച്ചിട്ട് വരുന്നതാണേ. ഇത് ഞായറാഴ്ച രാവിലെ ഏകദേശം ഒരു 11-11:45 സമയത്ത് നേരെ നമ്മ ഇറങ്ങിയിട്ടാ അജ്മാനിലേക്കാണ് പോകുന്നത്. അന്നേരം നിങ്ങൾ വിചാരിക്കാൻ ഷാർജിൽ ഒന്നും ഷോപ്പില്ലാത്തോണ്ടാണോ അജ്മാനിൽ പോകുന്നത്? അജ്മാനിൽ പോയിട്ട് വേറെ കാര്യമുണ്ട്. അന്നേരം പിന്നെ എന്തായാലും ആ പോകുന്ന വഴിക്ക് ഇതും കൂടി നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുന്നതാണേ. ഇപ്പൊ ഷാർജയിൽ തന്നെ ലുലുലോ നെസ്റ്റോയിലും ഉണ്ടാവും കേട്ടോ. ഈ ഷൂ ഇല്ലാതിരിക്കൊന്നും ചെയ്യില്ല. നമ്മൾ പിന്നെ ഒരു വഴിക്ക് എന്തായാലും പോന്നതല്ലേ, അന്നേരം ആ പോന്ന വഴിക്ക് തന്നെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ രണ്ട് കാര്യം ഒന്നിച്ച് നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോന്നതാണ് കേട്ടാ. റൈറ്റ് സൈഡിൽ കുറെ ഷോപ്പെല്ലാം ഉണ്ട്. ഞാൻ അന്നേരം ചേട്ടനോട് പറഞ്ഞു എവിടെയെങ്കിലും എന്നെ ഇറക്കിയാൽ മതി, ഞാൻ പോയിട്ട് നോക്കിയിട്ട് വന്നോളാം. പിന്നെ അനുവിനെ അതിനെയും കൂട്ടണല്ലോ. അനുവിന്റെ അതിന്റെ സൈസ് അല്ലേ നോക്കേണ്ടത്. എനിക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ഞാൻ മാത്രം പോയാൽ മതി. അന്നേരം ഇവരെയും കൊണ്ട് 2-3 അതിലില്ലെങ്കിൽ അപ്പുറത്തെ ഷോപ്പ്, ഇപ്പൊ കണ്ട സൈഡിൽ കുറെ ഷോപ്പാണെന്ന്, അതില്ലെങ്കിൽ അതിന്റെ അപ്പുറത്തെ ഷോപ്പ് ഇങ്ങനെ നടക്കണ്ടേ വെയിലത്ത്. അന്നേരം ചേട്ടൻ പറഞ്ഞു നമുക്ക് ഡേ ടു ഡേയിലേക്ക് പോയി നോക്കാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡേ ടു ഡേ ആണ്. അധികം എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ കണക്ക് കിട്ടലുണ്ട്. ഞാൻ ആകെ ഒരു പ്രാവശ്യമേ പോയിട്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അന്നേരം അന്നേരം നമ്മള് ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, നമ്മൾ അങ്ങനെയല്ലേ വിചാരിച്ച് പോകുന്നത്. അങ്ങനെ പിന്നെ നേരെ ഡേ ടു ഡേയിലേക്ക് തന്നെ പോവാന്ന് വിചാരിച്ചു. ഇച്ചിരി പുതിയ ഡേ ടു ഡേ ആണ്, നല്ല വലുതാണ്. UAE തന്നെ എനിക്ക് തോന്നുന്നു ഇത്ര വലുത് ഉണ്ടോന്ന് സംശയമാണ് കേട്ടാ. എനക്ക് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, വേറെ ഉണ്ടോ എന്നുള്ളത് എനിക്കും അറിയില്ല കേട്ടാ. പിന്നെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് വലിപ്പമുള്ളത് ഈ ഒരു അജ്മാനത്തെ ഡേ ടു ഡേ ആണ്. അന്നേരം ഇത് കണ്ട റൈറ്റ് സൈഡിൽ കുറെ ഇങ്ങനെ കളർ പെയിന്റ് അടിച്ചണക്കെ അതാണ് കേട്ടാ. അന്നേരം പാർക്കിംഗ് എല്ലാം വെച്ചിട്ട് ടൈറ്റ് ആണ്. അന്നേരം ചേട്ടൻ എന്നോട് പറഞ്ഞു ഞാൻ നിന്നെ മുന്നിൽ പാർക്ക് ചെയ്യാം, നിങ്ങൾ അതിന്റെ അകത്തേക്ക് പോയിക്കോ, പിന്നെ പാർക്കിംഗ് ദൂരം കിട്ടിയിട്ടുണ്ടെങ്കിൽ വെയിലത്ത് നടന്നിട്ട് വരണ്ടല്ലോ. ചേട്ടൻ പാർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ഇറക്കിയിട്ട് ആ ചേട്ടൻ അങ്ങോട്ട് പോയിട്ടാ. പിന്നെ അകത്ത് കേറിയിട്ട് ഏത് സൈഡിലാണ് ദൈവമേ കിട്ടണം എന്നുള്ളൊരു പ്രാർത്ഥനയില്ല. കാരണം
അറിയുന്നത്. സ്കൂൾ തുറക്കുന്ന സമയമായതുകൊണ്ട് സ്റ്റോക്ക് ഉണ്ടാവുമോ ഇല്ലയോ ഒന്നും അറിയില്ലല്ലോ. അന്നേരം ആ ഒരു ടെൻഷനെല്ലാം കൂടിയിട്ടാണ് പോന്നതേ. അവസാന നിമിഷത്തേക്ക് ഒന്ന് ബാക്കിയായല്ലോ എന്നുള്ളൊരു സങ്കടം കൂടിയുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞായറാഴ്ച ഞാൻ ഇതിന് വേണ്ടിയിട്ട് അറിയേണ്ടി വരുന്നൊന്നും. ഫ്രീ ആയിട്ട് നിൽക്കാലോ, പിറ്റത്തെ ദിവസത്തേക്കുള്ളതെല്ലാം സെറ്റ് ആക്കാലോ എന്ന് വിചാരിച്ചിട്ട് നിന്നതാണ്. അങ്ങനെ അനുവാദിയും നല്ല ഉഷാറിൽ പോകുന്നുണ്ട്. കുറച്ച് സമയം ഉണ്ടാവുമല്ലോ കേട്ടോ. നടന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മടുക്കും. അങ്ങനെ ചാടിക്കേറി പോകുന്നുണ്ട്. അത്യാവശ്യം തിരക്കും ഉണ്ടേ. ആൾക്കാരെ തിരക്കെല്ലാം ഉണ്ട്. എല്ലാവരും ബാഗെല്ലാം മേടിച്ചിട്ടില്ലാന്ന് പോകുന്നു. സ്കൂളിന്റെ തന്നെ സ്കൂൾ റിലേറ്റഡ് ആയിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങിയ തന്നെ കുറേ കുട്ടികളും അങ്ങനെ പേരൻസ് എല്ലാം ആയിട്ട് വന്നിട്ടുണ്ട്. അവസാനം ചെരുപ്പിന്റെ ഒരുപാടധികം കളക്ഷൻസ് ഉണ്ട്. അതാ ബാക്ക് ടു സ്കൂൾ എന്ന് കണ്ടാണ് ഞാൻ ചാടി ഓടിപ്പോയി എല്ലാരും മറികടന്നു പോവുകയെന്ന് നമ്മളത് ഇവരെ സൈസ് ഇല്ലത് വേറെ ആരെങ്കിലും എടുത്താലോന്ന്. പക്ഷെ എന്താണ് ഫ്രണ്ട്സ്, സൈസ് കിട്ടിയിട്ടില്ല. ഇവരത് എനിക്ക് തോന്നുന്നു 36 അങ്ങനെയാറ്റാണ് വരുന്നത്. 36 ഇവർക്ക് ആ സെക്ഷനിലെ 36 എല്ലാം ഇവർക്ക് ടൈറ്റ് ആണ്. 37 ഇല്ല, 36 വരെ ഇല്ലു സൈസ് വരുന്നത്. ആ 36 ഇവർക്ക് ചെറുതാണ്. പിന്നെ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അടുത്ത സെക്ഷനിലേക്ക് ഇറങ്ങിയേ. ഇതിപ്പോ ഫോർക്കും സ്പൂണും ഒരു സെറ്റാണ്, ഒരു ബോക്സിൽ വരുന്നത്. അത് ഞാൻ കുറച്ച് ദിവസമായിട്ട് കേട്ടാ നോക്കുന്നത്. ഓൺലൈനിൽ നോക്കിയിട്ട് വെച്ചിട്ടുണ്ടായിനി, ഓൺലൈനിൽ വാങ്ങിക്കാൻ വിചാരിച്ചിട്ട്. അന്നേരം ഇവിടെ വന്ന സ്ഥിതിക്കാന്ന് പെട്ടെന്ന് കണ്ടു ഏത്. അന്നേരം ഞാൻ പിന്നെ ചോദിച്ചെന്നാ പിന്നെ അത് ക്യാൻസൽ ചെയ്തിട്ട് ഇത് പിന്നെ എടുക്കാന്ന് വിചാരിച്ചു. ഇതാവുമ്പം അതിൽ തന്നെ ബോക്സ് കണക്കെയല്ലേ, കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഈസിയായി. നമ്മൾ വേറെ കവർ ചെയ്തിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ രണ്ടെണ്ണം ഏകദേശം കുറേ സമയത്തെ ചർച്ചയ്ക്ക് ശേഷം രണ്ടെണ്ണം സെറ്റ് ആക്കിയിട്ടാ. പിന്നെ അതിന്റെ ഇടയിൽ ഈ ബിരിയാണി പ്ലേറ്റ് പറയുന്ന സംഭവം അല്ലേ, ഇങ്ങനെ കുറെ കറി അല്ലെങ്കിൽ ഇങ്ങനെ കണ്ട അവരെ കയ്യില് അങ്ങനത്തത് ഞാൻ കുറേ നാളായിട്ടുണ്ടായിട്ട് സെർച്ച് ചെയ്യുന്ന 6 എണ്ണം ഉള്ളതെല്ലാം ഉണ്ടേ. അതൊന്നും 6 എണ്ണം ആക്കി കഴിഞ്ഞാൽ ഞാൻ 6 കറിയാക്കണ്ടേ, നോട്ട് ദ പോയിന്റ്. അതുകൊണ്ട് 3 എണ്ണം ഉള്ളത് അവസാനം എനിക്ക് കിട്ടിയിട്ടാ അത് വാങ്ങിച്ചു. പിന്നെ ഈ ഐസ്ക്രീം കൊരുന്ന സ്കൂപ്പ് എടുക്കുന്ന ആ സംഭവം ഉണ്ടായിന്, അത് പൊട്ടിയിട്ടുണ്ടായിന്. അത് ഓൾറെഡി എടുത്തു. അത് മേടിച്ചതിന്റെ ഒരു പുകില് നടക്കുന്നുണ്ട്. അത് ചെറുതാണ്, അന്നേരം ചെറിയ സ്കൂപ്പേ കിട്ടൂലോ എന്ന് പറഞ്ഞിട്ട് അനുവിന് വലിയ സങ്കടം ഉണ്ട് കേട്ടാ. കണ്ടോളെ ഡയലോഗ്. പറഞ്ഞത് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിനാ? ഈ ഇതിന്റെ വലിയ മോഡൽ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അതാവുമ്പോ ഒരു സ്കൂപ്പ് ഐസ്ക്രീം മതി. പക്ഷെ ഇത് ചെറുതായതുകൊണ്ട് ഇതില് എനിക്ക് 5 സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് തരണം എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു വിഷമാണ് വലുത് കിട്ടാത്തതിന്റെ കേട്ടാ. പിന്നെ അങ്ങനെ സാധനം എല്ലാം വാങ്ങിച്ചിട്ട് നേരെ താഴോട്ട് ഇറങ്ങാന്ന് വിചാരിച്ചിട്ട്. കാരണം അല്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്ന് ഫുള്ള് റൗണ്ട് അടിച്ചിട്ടേ വരൂലേ. അജയേട്ടൻ ശരിക്കും പോസ്റ്റ് ആവട്ടെ. പക്ഷെ എനിക്ക് ഇപ്പൊ വലിയ ടെൻഷൻ ഈ ഷൂ കിട്ടിയിട്ടല്ലോ, ഇനിയിപ്പൊ അടുത്തത് വീണ്ടും ഞാൻ പോണല്ലോ മെനക്കെടണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേഗം എനിക്കൊരു ഇൻട്രസ്റ്റേ ഉണ്ടായിട്ടില്ല. അന്നേരം ഞാൻ ചേട്ടനോട് പറയുന്നുണ്ട്, ഇനിയിപ്പൊ അനുവിനെ അതിന് സ്കൂളിൽ വിട്ടിട്ട് നിങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരെ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ നേരെ ഇറങ്ങും ഇവിടത്തേക്ക്. ആരും കൂട്ടാണ്ട് ഒറ്റയ്ക്ക് വന്നിട്ട് ഫുള്ള് നോക്കിയിട്ട് ഞാൻ ഏകദേശം ഷോപ്പിംഗ് വീഡിയോകളിൽ ഞാൻ പറയുന്നതാണ്, എനിക്ക് വാങ്ങിക്കാനൊന്നുമല്ല, എനിക്ക് കണ്ട് നടക്കാനാണ്. ഇപ്പം നാട്ടിൽ ഈ ഉത്സവ ചന്തയിലെല്ലാം പോയി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കണ്ട് നടക്കും, നോക്കിയിട്ട് ഓരോരോ സാധനങ്ങൾ അതുപോലെ നോക്കിയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലും ഞാൻ ചേട്ടനോട് പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് വരും, നിങ്ങളെ 3 ആളെയും കൂട്ടാണ്ട് ഞാൻ ഒറ്റയ്ക്ക് വരും എന്നുള്ള പറഞ്ഞുകൊണ്ട് അങ്ങനെ മെല്ലെ. ഇപ്പൊ കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ ഇല്ല കേട്ടോ, 10-20 മിനിറ്റിന്റെ ദൂരമായില്ലോ. എന്നാലും നമ്മളെ വീട്ടിന്റെ അടുത്തല്ലാന്നെങ്കിൽ സുഖമായിരുന്നു. അങ്ങനെ നേരെ താഴോട്ട് പോയി ബില്ല് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നതാണേ.
പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിട്ട് പോയ സമയത്തുണ്ട് അവിടെ താഴത്തെ സെക്ഷനിൽ കുറേ പൗച്ചെല്ലാം കാണുന്നേ. എന്നിട്ട് ഞാൻ അനുയോടും ആദ്യോടും പറയുന്നത് നിങ്ങൾ ഈ ഇൻവിസിബിൾ പൗച്ച് എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് മേടിച്ചിട്ട് ഇതെന്ത് ഭംഗിയുണ്ട് എന്നെല്ലാം പറയുന്നത്. അന്നേരം ഇവര് പറഞ്ഞു ശരി തന്നെ അയ്യോ എന്നല്ല പറഞ്ഞു. ഞാൻ പിന്നെ അധികം ഇവരങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇവരന്നേരം പറയും എന്നാ പിന്നെ എനിക്ക് ഇത് വാങ്ങിച്ചു തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ എന്തിന് എന്റെ കയ്യിലുള്ളത് പൈസ കളയാൻ നിൽക്കണ്ടല്ലോ. അവിടെ പിന്നെ വേണ്ടാണ്ട് വന്നിട്ട് വേഗം പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണേ. പൊട്ടും പൊടിയെല്ലാം മേടിച്ചിട്ടുവെങ്കിലും പൈസ ഏകദേശം 62-63 റംസിന്റെ അടുത്തായിട്ടാ. അങ്ങനെ പേയ്മെന്റ് ചെയ്തിട്ട് ഇനി ഇപ്പൊ അടുത്ത സ്ഥലം നോക്കിയിട്ട് ഇറങ്ങണം. അത് അടുത്ത ടാസ്ക് അതാണ്. പൈസ എല്ലാം കൊടുത്തിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. നല്ല ചൂട്, നല്ല വെയിലുണ്ട്, കണ്ണെല്ലാം തുറക്കാൻ പറ്റുന്നില്ല. ആ ചേട്ടന് സൺഗ്ലാസ് വെച്ചതുകൊണ്ട് പിന്നെ ഉപ്പ രക്ഷപ്പെട്ടു കേട്ടാ. അങ്ങനെ പാർക്കിങ്ങിന്റെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട് നടക്കേന്നേ. അന്നേരം ആ ചേട്ടൻ എന്നോട് പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് നടക്കുന്നതിനെയും കാട്ടി കുറച്ച് ദൂരാന്ന് വെച്ചിട്ടുണ്ട്. അന്നേരം തൊട്ടടുത്ത് തന്നെ വേറൊരു ഷോപ്പ് കാണുന്നുണ്ട്, എമറാറ്റ്സ് മാർക്കറ്റ് എന്നോ അങ്ങനെ എന്തോ ഒരു ഷോപ്പ് കാണുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞു പിന്നെ ആടെയും കൂടി നോക്ക്, നോക്കിയിട്ട് അവിടെ ഇല്ലെങ്കിൽ പിന്നെ നേരെ വണ്ടിയിൽ കയറിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയാൽ മതിയല്ല. കാരണം എന്തായാലും ഇറങ്ങിയതല്ലേ, പിന്നെ എന്തായാലും വെയിൽ കൊള്ളുന്നു. അങ്ങനെ നേരെ തൊട്ടടുത്തുള്ള ഷോപ്പിലേക്ക് നടന്നിട്ട് പോവേനെ. അങ്ങനെ നമ്മളകത്ത് കയറി. വേറെ ഒരു ലക്ഷ്യമില്ല, എനിക്ക് ഷൂസ് മാത്രമേ ഉള്ളൂ ലക്ഷ്യം. ഞാൻ നേരെ വെച്ച് പിടിക്കുന്നു, ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇടംവലം തിരിയാണ്ട് നടക്കുന്നു കേട്ടാ. കാരണം എന്റെ ശ്രദ്ധ വേറെയിലും മാറരുതല്ലോ. അങ്ങനെ അപ്പോഴേക്ക് ഇത് കുറച്ച് നല്ല നീളത്തിലുള്ളൊരു ഷോപ്പാണേ. വേറെ ഒരു സാധനവും എന്റെ കണ്ണു പിടിക്കുന്നില്ല. നേരെ ഷൂ മാത്രം ലക്ഷ്യം. അതാണ് കണ്ട അറ്റൂലാണ്ട് കാണുന്നത്, അതിന്റെ എൻഡിങ് കാണുന്നില്ല, അത്രയും നീളത്തിലുണ്ട്. പിന്നെ നടന്ന് ഓരോരോ ഏത് സെക്ഷനിലാണ്, ഉണ്ടോ ഇല്ലയോ, ഇനിയിപ്പോ ഉണ്ടെങ്കിൽ തന്നെ എവിടെയാന്ന് ഏത് ഭാഗത്താണ് ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ ആദ്യം തന്നെ സ്കൂളിന്റെ എന്തോ ബാഗെല്ലാം കാണുന്നുണ്ട്. അന്നേരം അതെല്ലാം നോക്കി, പക്ഷെ അതൊന്നും അല്ല, അവിടെ ഒന്നും ഇല്ല. എന്നിട്ട് പിന്നെ നേരെ നടക്കുന്നതാണ്. അങ്ങനെ കുറേ സമയത്തെ നടത്തത്തിന് ശേഷം ചെരുപ്പിന്റെ സെക്ഷൻ കണ്ടു കേട്ടാ. ചാടി കേറിയേ. എന്നിട്ട് നോക്കിന്ന് പിള്ളേരത് ഉണ്ടോ. അന്നേരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബ്ലാക്ക് ഷൂ ആകെ ഒരു 3-4 പീസ് മാത്രമേ ഇല്ലൂ. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തതും അല്ല, ആ ഒരു സൈസില്ല, എല്ലാം ചെറിയ സൈസുമാണ്. പിന്നെ എന്തെന്ന് ചെയ്യേണ്ടത്, പിന്നെ നേരെ താഴോട്ട് മീൻസ് ആ ഒരു സെക്ഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഇനിയിപ്പോ എന്ത് എനിക്കിങ്ങനെ ആകെ എന്തെന്ന് പറയല് ടെൻഷൻ ആവാൻ തുടങ്ങി. കണ്ട അവിടെ കുറച്ച് ബ്ലാക്ക് ഷൂ ഉണ്ട്, പക്ഷെ ഇവര് സൈസിനില്ല. അങ്ങനെയുള്ളൊരു സംഭവമായിപ്പോയി. വേറെ ബാക്കിയുള്ള ചെരുപ്പെല്ലാം ഉണ്ട് കേട്ടാ. പക്ഷെ ഇപ്പൊ ഈ വീഡിയോയിൽ കാണുമ്പോഴാണ് ഞാൻ ഈ ബാക്കിയുള്ള ചെരുപ്പെല്ലാം ശരിക്കും നോക്കുന്നത് തന്നെ. ആ സമയത്ത് എനിക്കൊന്നും കാണുന്നുണ്ടായിട്ടില്ല. എനിക്ക് ഈ ഒരു ടെൻഷൻ കൊണ്ട് ഇപ്പൊ ലൂസില്ല തന്നെ ഇട്ടിട്ട് പോട്ട്. സ്കൂളിൽ ഓൾറെഡി ഷൂസ് ഉണ്ട് കേട്ടാ, അധികം സൈസ് അവൈലബിൾ അല്ല ഉണ്ടാവല്. അതുകൊണ്ടാണ് ഞാൻ സ്കൂളിൽ ഇനിയിപ്പോ വീണ്ടും പോയി തപ്പേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചു. പുറത്തുനിന്ന് വാങ്ങിച്ചാലും കുഴപ്പമില്ല, ഇങ്ങനത്തത് പ്ലെയിൻ ബ്ലാക്ക് അല്ലേ. പിന്നെ ആ ചേട്ടൻ അങ്ങ് ദൂരത്ത് നിന്ന് നടന്നു വരുന്നുണ്ട്. ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു വരേ വേണ്ട, കാരണം ഇത്രയും നമ്മൾ നടന്നു വേണ്ട, അത്രയും ദൂരം നമുക്കിപ്പൊ എൻഡിങ് കാണുന്നില്ലല്ലോ. ഇത്രയും ദൂരം നമ്മൾ ഇങ്ങോട്ട് നടന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അനുനിയാദിക്കാൻ മടുപ്പ് വരല്. എനിക്ക് ഈ ഒരു നടത്താനൊക്കെ നന്നായിട്ട് മടുത്തു. രാവിലെ ഇറങ്ങിയതാണ്, രാവിലെ എന്നല്ല എന്നാലും വന്നത് മുതലേ നടത്തല്ലേ, ഒരേ അന്തവും കുന്തവും ഇല്ലാത്ത നടത്തായി പോയി. അന്നേരം ചേട്ടനോട് വരണ്ടാന്ന് പറഞ്ഞു. അന്നേരം ആ ചേട്ടൻ പിന്നെ അവിടെ നിന്നു. പിന്നെ ഓരോരോ ഐസ്ക്രീം എടുക്കാന്ന് വിചാരിച്ചിട്ട്, ചൂടല്ലേ, ഓരോരോ കോൺ ഐസ്ക്രീം 4 എടുത്തു. അന്നേരം ഒന്നെടുത്തതിന് ശേഷം അനുനാദിക്ക് ഡൗട്ടായി, ഇത് വേണ്ടേ. ഞാൻ പറഞ്ഞു വേണ്ട, അല്ല 4 ഒരുപോലത്തെ എടുക്കാം നമുക്ക് 4 പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ അവരോട് മാറ്റാൻ വേണ്ടി കണ്ട കുറെ വെറൈറ്റി കാണുമ്പോൾ അനുനാദിക്ക് എപ്പോഴും ടെൻഷനാ. അമ്മേ പ്ലീസ് എന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനത്തെ എല്ലാം കാര്യം.
പിന്നെ വെള്ളം മേടിക്കാന്ന് പറഞ്ഞിട്ട് നടക്കേനെ. വെള്ളം ഓൾറെഡി വണ്ടിയിലുണ്ട്. പിന്നെ വണ്ടിയിലുള്ളത് വെയിലത്ത് വെച്ചത് പിന്നെ എന്തായാലും തണുപ്പൊന്നും ഉണ്ടാവില്ലല്ലോ. തണുത്ത വെള്ളം തന്നെ മേടിക്കാന്ന് പറഞ്ഞിട്ട് നടക്കുന്നതാണ് കേട്ടാ. അജയേട്ടൻ അനുവോടും ആദ്യോടും പറഞ്ഞു നല്ല തണുത്ത വെള്ളം ഏതാന്ന് പറഞ്ഞു ഞാൻ നോക്കിക്കോന്നു. അജയേട്ടൻ ഇങ്ങനത്തെ എന്തെങ്കിലും കെണി ഒപ്പിച്ചിട്ട് അങ്ങോട്ട് നടന്നിട്ട് പോവേ. അന്നേരം ഇവര് രണ്ടാളും കൂടി ഇത് ടച്ച് ചെയ്തിട്ട് നോക്കാൻ തുടങ്ങി ഏതാണ് നല്ല തണുപ്പ്. അവിടെ വെക്കുന്നതെല്ലാം എല്ലാം ഏകദേശം ഒരേ തണുപ്പായിരിക്കുമല്ലോ. എന്നാലും വലുത് നോക്കുകയെന്ന്. അനു വേഗം 2-3 പിടിച്ചു നോക്കി. ആദ്യം 2-3 ആദ്യം ഒന്ന് കൈമ കിട്ടി അതെടുത്തിട്ട് പോയി. അന്നേരം അനു വേറൊന്ന് സെലക്ട് ചെയ്തു. അനു പറഞ്ഞു ഇത് മതിയെന്ന്. ആദ്യം പറഞ്ഞു വേണ്ട ഇത് മതി എന്ന് പറഞ്ഞിട്ട് ആദ്യം അങ്ങ് നടന്നു പോയി. അന്നേരം എന്നോട് പറയുന്നു അമ്മ അവൾക്ക് കുറച്ച് കളി കൂടുതലാണ് അമ്മ, ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ടില്ലേ കംപ്ലൈന്റ് ആകണ്ട വാശിയാന്ന് അവക്ക് നല്ല പറഞ്ഞിട്ട് പോവേന്ന്. അവസാനം എന്നോട് അനു പറയുന്ന അച്ഛനോട് പറഞ്ഞിട്ട് ഞാൻ അജയേട്ടനോട് കംപ്ലൈന്റ് പറയുന്നു. ആദ്യക്ക് കുറച്ച് വാശിയാന്ന് സമ്മതിക്കുന്നില്ല എന്നുള്ള പറഞ്ഞെ. ആദ്യം ഇതൊന്നും മൈൻഡ് ആക്കുന്നില്ല. ആദ്യം ഓളം എടുത്ത് വെള്ളം എടുത്തു. ഓക്ക് അതേ ലക്ഷ്യമുള്ളൂ, വെള്ളം എടുക്കണം കുടിക്കണം അത്രയുള്ളൂ. തപ്പി പിടിക്കാൻ നോക്കുകയില്ല. അന്നേരം ആ ഒരു മുഖം അനു ഒട്ടും ഹാപ്പി അല്ല കേട്ടാ. അതിന്റെ ആ ഒരു പ്രവൃത്തിയിൽ അനു ആകെ മൂഡ് ഓഫ് ആയി. പിന്നെ അവിടുന്ന് കുറച്ച് ബിസ്ക്കറ്റും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എടുത്തു. ന്യൂട്ടെല്ലാം അണക്കത്തെ ഒരു സംഭവം ഉണ്ട്. അതിന്റെ ഡേറ്റെല്ലാം നോക്കിയേനെ. സംഭവം എന്നുള്ളത് ഡേറ്റ് നോക്കുന്നതും ബിസ്ക്കറ്റെല്ലാം എടുത്തു. കാരണം നാളെ മുതൽ സ്കൂൾ തുറക്കുമ്പം എന്തെങ്കിലും സാധനങ്ങൾ ഇടക്ക് കൊടുക്കണമല്ലോ. ബിസ്ക്കറ്റ് എന്നല്ല, എന്നാലും ഇടക്ക് എന്തെങ്കിലും ഒരു ഇത് കൊടുക്കണമല്ലോ. എന്നിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കണം. കാരണം പെട്ടെന്ന് നമ്മൾ എണീക്കാൻ ലേറ്റ് ആയി. നമുക്ക് എന്തിപ്പാ സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും നമ്മൾ കയ്യിലില്ലെങ്കിൽ നമുക്ക് 2 ബിസ്ക്കറ്റ് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ഇവർക്കിങ്ങനെ ഒരു വലിയ ചോറും കറിയും ഒന്നും കൊണ്ടുപോകുന്ന അത്ര വലിയ ഇതൊന്നുമില്ല. കാരണം 2-2:20 ആകുമ്പോൾ വീട്ടിലെത്തും. അന്നേരം ആ സമയത്താണ് ചോറ് വയ്ക്കല്. അന്നേരം അതിന്റെ ഇടയിൽ എന്തെങ്കിലും മതി. 2 ബ്രേക്ക് ഉണ്ട്. ഒന്ന് സ്നാക്സ് എന്തെങ്കിലും ചെറുതായിട്ട് മതി. ഹെവി ആയിട്ടുള്ളത് വേണമെന്നില്ല. ഇവര് നേരത്തെ എത്തുന്നോണ്ടുള്ള കാര്യമാണ്. ബസ്സിനെല്ലാം പോകേണ്ടി വന്നു കഴിഞ്ഞാൽ പിള്ളേർ കുറച്ചും കൂടി ലേറ്റ് ആവും. അവർക്ക് കുറച്ചും കൂടി നല്ലതാണ് ഹെവി ആയിട്ടുള്ള കൊടുത്തു കഴിഞ്ഞാൽ. അന്നേരം ഞാനിങ്ങനെ എന്തെങ്കിലും പൂരിയോ അങ്ങനെല്ലാം രാവിലത്തേക്ക് പൂരിയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. പിന്നെ പിന്നെ ഉള്ളത് ഇങ്ങനെ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ എന്താ പറയാ പിന്നെ ഫ്രൂട്ട്സ് കട്ട് ഫ്രൂട്ട്സോ ഇങ്ങനെയുള്ളതല്ലാന്ന് കേട്ടോ കൊടുക്കല്. ചില സമയങ്ങളിൽ എപ്പോഴും ബിസ്ക്കറ്റ് എന്നല്ല, ചില സമയങ്ങളിൽ ബിസ്ക്കറ്റും കൊടുക്കലുണ്ട്. അധികം ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് കൊടുക്കലിനെ നിക്കല്. തിന്നൂലയോ നമുക്കൊരു സമാധാനല്ലേ. അങ്ങനെ തിരിച്ചിറങ്ങുന്ന സമയത്ത് എന്റെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോവാൻ തുടങ്ങി. അവിടെ ഒരു ലഞ്ച് ബോക്സ് ഉണ്ട്. 5 ദിറംസോ 3.99 അങ്ങനെ എന്തോ 4 ദിറംസ്. അന്നേരം ഞാൻ അന്നേരം വിചാരിക്കുന്നു 4 ദിറംസിന് ക്വാളിറ്റി ഉണ്ടാവോപ്പാന്നെല്ലാം. ഞാൻ വായിച്ചിട്ടൊന്നുമില്ല കേട്ടാ. വെറുതെ ഇങ്ങനെ നോക്കി, എടുത്ത് നോക്കി, തിരിച്ചു നോക്കി, മറിച്ച് നോക്കി. എന്നിട്ട് നേരെ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിട്ട് ബില്ലടിക്കാൻ വേണ്ടിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങിട്ടാ. അങ്ങനെ വാങ്ങിയ ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ട് നേരെ അടുത്ത സ്ഥലത്തേക്ക് വെച്ച് പിടിച്ചു നെസ്റ്റോ. എന്നെയും കുഞ്ഞളെയും അനുനി അതിനാടെ ഇറക്കിയിട്ട് ചേട്ടൻ നേരെ ഞാൻ പറഞ്ഞിട്ടേ ജവാനിൽ വേറെ സ്ഥലത്ത് പോകാനുണ്ട് ഒരു ട്രാവൽ ഏജൻസിയിലേക്കാണേ. ചേട്ടൻ അങ്ങോട്ട് പോയി. നമ്മൾ പിന്നെ നേരെ അന്നേരം എന്റെ മനസ്സിൽ ദൈവമേ ഇവിടുന്നെങ്കിലും സെറ്റ് ആവണേ എന്നുള്ളതൊരു പ്രതീക്ഷയാണ്. കാരണം സത്യം പറയാലോ എനക്ക് നന്നായിട്ട് മടുത്തു. എനക്ക് നടക്കാൻ കഴിയാണ്ടായി പോയി. അത്രയും അലഞ്ഞു എന്ന് പറയില്ലേ. ഇവിടുന്ന് കിട്ടുന്നില്ലൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് അങ്ങനെ പോവേനെ. ബാക്ക് ടു സ്കൂളിന്റെ സംഭവങ്ങളിലുണ്ട്. അതിന്റെ ഇടയിൽ എന്തോ റിമോട്ട് കൺട്രോൾ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു വിമാനം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനുവിന്റെ അതിന്റെ തലയിൽ. അനുവിന് അധികം പേടിയായിട്ടാ. ഇവരെന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം കിട്ടിയിരിക്കുന്നു ഒഡീസിയ ക്ലാസ്മേറ്റ്സിന്റെ ഷൂ കിട്ടിയിട്ടാ. ഇതൊരു നോസ്റ്റാൾജിയാന്നല്ലേ, നാട്ടിലെല്ലാം ഉള്ളതല്ലേ. അങ്ങനെ വലിയൊരു റേറ്റും വന്നിട്ടില്ല കേട്ടാ. അതിന് പിന്നെ പേയ്മെന്റ് അത് മാത്രല്ല അനുവിന്റെ അതിന്റെ കയ്യിലും കണ്ട അവര് കയ്യിൽ അത് ഞാൻ ലാസ്റ്റ് കാണിക്കേ വീഡിയോ ലാസ്റ്റ് ആഡ് ആക്കാം. അവരൊരു ഇറേസിബിൾ പെന്ന് മേടിച്ചിട്ടുണ്ട്.
അതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് അവർക്ക് അവരുടെ മുഖത്ത് കാണാൻ പറ്റുന്നത്. അവരന്നേരം ബില്ലടിക്കുന്നത് വളരെ ക്ഷമയോട് കൂടിയിട്ട് ബില്ലടിച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ചാടി അപ്പുറത്തേക്ക് പോകും. എന്നിട്ട് അതെടുത്ത് കൈ പിടിക്കും. കാരണം അത് അത്ര വരെ ഒരു ടെൻഷൻ പിടിച്ച പരിപാടിയാണ്. അന്നേരം കാരണം എന്താ പറയുക, രണ്ടും ഒരുപോലത്തതായിരിക്കും, ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. എന്നാലും അവരെടുത്തത് അവർക്ക് തന്നെ വേണം. അവരേതാ കൈമ വെച്ചത് അത് അവർക്ക് തന്നെ വേണം. ഇപ്പൊ ബില്ലടിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവോ എന്ന് പേടിച്ചിട്ട് ബില്ല് സ്കാൻ ചെയ്ത ഉടനെ നേരെ ചാടി അപ്പുറത്തേക്ക് പോയിട്ട് അനുവിൻ്റെത് സ്കാൻ ചെയ്ത് തന്നു, കയ്യിൽ എടുത്തു. ഇനിയിപ്പോ ആദ്യൻ്റെത് ആദ്യം നോക്കിക്കൊണ്ടിരിക്കുന്നത് അവളത് എപ്പോൾ സ്കാൻ ചെയ്യും, എന്നിട്ട് വേണം ആദ്യക്ക് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. എന്ത് അല്ലേ, എന്തെന്നല്ല കുരുത്തക്കേടിന്റെ ഒരു വഴിയാണ്. പിന്നെ കുറച്ച് സംഭവങ്ങളിലും വാങ്ങിക്കാനുണ്ടായി. നേരെ താഴോട്ട് ഇറങ്ങി വലിയ മത്തങ്ങ വലുതുണ്ട്. അത് ഞാൻ കൈവച്ചിട്ട് ഏകദേശം ഒരു സൈസ് ഇങ്ങ് കാണിച്ചു തരുന്നതാണേ, വലുതാണ്. പിന്നെ അനുവാദിക്ക് മെനു, പിറ്റത്തെ ദിവസത്തേക്കുള്ള മെനു എന്നോട് പറഞ്ഞിട്ടുണ്ടായത് ഇവര് സാൻഡ്വിച്ചാണ് ഉണ്ടായത്. അന്നേരം അതിന്റെ കുറച്ച് സംഭവങ്ങളിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് ഇറങ്ങിയതാണേ. പിന്നെ അങ്ങനെ അതിൻ്റെ ഇടയിൽ മയോണൈസും അങ്ങനെയുള്ള സംഭവങ്ങളിലും നോക്കിക്കൊണ്ട് നടക്കുകയാണ്. അതായത് ഇവര് സ്കൂളിൽ പോകുന്നതിന്റെ സ്കൂളിൽ പിറ്റേ തലേ ദിവസം എന്നോട് ചോദിക്കും നാളെ ഇന്ന് ഫുഡ് എന്നുള്ളത്. എന്തെല്ലോ കോപ്രായം കളിക്കുന്നുണ്ട് കേട്ടാ. ഞാനിതൊന്നും കണ്ടില്ല. ഞാനിപ്പോ എഡിറ്റ് ചെയ്യുന്ന സമയത്താ ഇതെല്ലാം കണ്ടിട്ടുണ്ടായി, ഡാൻസ് എല്ലാം കളിക്കുന്നത്. ഓരോരോ സമയത്ത് ഇവർക്ക് ആൾക്കാരെയൊന്നും അങ്ങനെ ബോധേഡാവൂല, എന്തെങ്കിലും ആയിക്കോട്ടെ മൈൻഡ് ആക്കില്ല. ഓരോ സമയത്ത് വല്ലാത്ത നാടൻ കുണുങ്ങികളാണ് രണ്ടും. അങ്ങനെ ആൾക്കാരോടൊന്നും അധികം മിണ്ടുന്ന ഒരു ക്യാരക്ടർ, ചാടിക്കേറി മിണ്ടുന്ന ഒരു ക്യാരക്ടർ ഒന്നും അല്ല കേട്ടാ. സെറ്റ് ആയി കഴിഞ്ഞാൽ സെറ്റാണ്, പക്ഷെ സെറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും രണ്ടാളും. ഫുൾ രണ്ടെണ്ണം, ഇവൾക്ക് രണ്ടെണ്ണം എനിക്ക് രണ്ടെണ്ണമായിട്ട് തരണം. അങ്ങനെ ബില്ലടിക്കാൻ വേണ്ടിട്ട് പോകുന്നതാണേ. ബില്ലടിക്കുന്നിടത്ത് ഒരു സ്റ്റാഫ് ഉണ്ടായിനി. അന്നേരം അനുവാദി ഒരുപോലത്തെ ഡ്രസ്സും കാണാൻ ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് എന്നോട് ഇങ്ങനെ ചോദിക്കേനെ. ഇപ്പം തൊട്ടപ്പുറത്ത് തന്നെ തൊട്ടപ്പുറത്തുള്ളൊരു സ്റ്റാഫാണ് കണ്ട അവിടെ ഇരിക്കുന്നുണ്ട്, ട്വിൻസ് ആണോ എന്നെല്ലാം ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടാ. അന്നേരം ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, ഇങ്ങനെ അറിയുന്നതോ പരിചയം ഒന്നും ആയിരിക്കൂല വന്ന് മിണ്ടുന്നതായാലും ഒരുപോലത്തെ ഡ്രസ്സ് കാണുമ്പോൾ, അല്ലെങ്കിൽ അവരടുത്ത ട്വിൻസ് ഉണ്ട്, അവരുടെ ഫാമിലിയിൽ ട്വിൻസ് ഉണ്ട്, ഇതിങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യുവേ. നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ആ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മളോട് മിണ്ടുന്ന സമയത്ത് ഹായ്. അങ്ങനെ ബില്ലെല്ലാം പേ ചെയ്തിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. അന്നേരം ഞാൻ മോളിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഷൂ എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് പുറത്തത്തെ ഒരു കൗണ്ടറിൽ ഏൽപ്പിച്ചിട്ട് ഒരു ടോക്കൺ കണക്ക് കണ്ട എൻ്റെ കയ്യിൽ ആ സാധനം നമുക്ക് തരും. അത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അറിയുമായിരിക്കും അല്ലേ, അങ്ങ് കണ്ടിട്ടുണ്ടാവുമായിരിക്കും.
ഈ ഓൾറെഡി നമ്മൾ കൊടുത്ത സാധനം ഇങ്ങോട്ട് തരും. അതും വാങ്ങിച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. സംഭവം പർച്ചേസിങ് എല്ലാം കഴിഞ്ഞുവല്ലോ. ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിൽ നേരെ ഉള്ളിലോട്ട് കയറുമ്പോൾ ചേട്ടൻ പറഞ്ഞു ആ സൈഡിൽ തന്നെയാ വണ്ടിയിൽ എന്ന് പറഞ്ഞു. 2 എൻട്രി ഉണ്ട്. നമ്മ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് ഞാൻ കയറിയിനി. പിന്നെ നേരെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് നടക്കുന്നതാണ് കേട്ടാ. ഞാൻ വാങ്ങിച്ച സാധനമല്ല എൻ്റെ വണ്ടീൻ്റെ ഞാൻ ഇരിക്കുന്നതിൻ്റെ താഴെ തന്നെ വെച്ചിട്ട് അവസാനം എനിക്ക് കാല് വെക്കാൻ സ്ഥലമില്ലാണ്ടായി പോയേ. ഇപ്പൊ എല്ലായിടത്തും പോയി കഴിഞ്ഞിട്ട് ചെരുപ്പ് വാങ്ങിക്കാനാണ് പോകുന്നത്. പക്ഷെ ചെരുപ്പ് കിട്ടാണെന്ന സമയത്ത് ബാക്കിയുള്ള ആൾക്കുലത്തെ സാധനമെല്ലാം മേടിച്ചിട്ട് വിഷയത്തിൽ നിന്ന് തെന്നി മാറി അവസാനം എന്തെല്ലോ മേടിച്ച് കൂട്ടിയിട്ടുണ്ടേ. ഇനിയിപ്പം നേരെ വീട്ടിലേക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 3:30 എല്ലാം ആയിട്ടുണ്ടാവും കേട്ടാ. ഫുഡ് കഴിച്ചിട്ടില്ല. ഇനിയിപ്പം ഫുഡ് കഴിക്കണം. പിന്നെ പുറത്ത് എവിടെയെങ്കിലും ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രത്തോളം മടുത്തൊരു ദിവസമില്ല. എനിക്കിങ്ങനെ മതിയായി. എന്നിട്ട് ചേട്ടൻ എന്നോട് പറഞ്ഞു നമുക്ക് എവിടെന്നെങ്കിലും ഫുഡും കഴിച്ചിട്ട് തന്നെ പോവാം. ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് വയ്യ. എനിക്ക് ആ റെസ്റ്റോറൻറ്റിലേക്ക് നടക്കാനില്ലേ ത്രാണി പോലും ഇല്ല. ഞാൻ പറഞ്ഞു ഞാൻ നേരെ വീട്ടിലേക്ക് പോയിക്കോളാം. എനിക്ക് കഴിയുന്നേ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ പറഞ്ഞു എന്നാ പിന്നെ നേരെ വീട്ടിലേക്ക് പോയിക്കോ. എന്നിട്ട് ഞാൻ എന്നാ ഫുഡ് വാങ്ങിച്ചിട്ട് വന്നോളാം. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ സമയം ഏകദേശം വൈകുന്നേരം ആയല്ല. അങ്ങനെ നേരെ ഷാർജയിലേക്ക് വെച്ച് പിടിക്കുന്നതാണ് ഈ കാണുന്നത്. അതിന്റെ ഇടയിൽ പുറകിലിരുന്നിട്ട് അനുവാദി എന്തെല്ലോ കെണി കളിക്കുന്നുണ്ട്. എനിക്ക് തോന്നി വണ്ടി കയറി ഇരുന്ന് കഴിഞ്ഞാൽ കെണി കളിക്കുന്ന പിള്ളേർ കുറേ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. വീട്ടിലിരിക്കുമ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. ഈ ചെറിയ സ്പേസിൽ ഇരിക്കുന്ന സമയത്ത് ഇവരൊരു കെണിയെല്ലാം കൂടും. കഴുത്തെല്ലാം പിടിച്ച് ഞെക്കുന്നുണ്ട്. എന്താ അതിന് എന്തോ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടാ. പിന്നെ ഞാൻ അന്നേരം ആദ്യമേ വാൺ ചെയ്യും, എന്തുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ തീർത്തോളം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവസാനം വീട്ടിലെത്തി. ഇതാ വാങ്ങിച്ച സാധനം ഇത് ഷൂ ട്ടാ. നോർമൽ ബ്ലാക്ക് ഷൂ ആണേ. പിന്നെ ഇത് സ്പൂൺ, ഒരാൾക്ക് യെല്ലോ ഒരാൾക്ക് പേർപ്പിൾ കളറിലുള്ളത്. അത് ബോക്സോട് കൂടിയിട്ട് വരുന്നതാണേ. കവറുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഇറേസിബിൾ പെന്ന്. ഇത് 2 സെറ്റ് ഓൾറെഡി അൺബോക്സിംഗ് എല്ലാം നേരത്തെ അനുവാദി ചെയ്തു. ഒന്നിൽ 4 എണ്ണം ഉണ്ട്. മറ്റോളും 2 എണ്ണം മേടിച്ചു കേട്ടോ. 2 സെറ്റ് മേടിച്ചു. കാരണം എന്താ അറിയാ, എല്ലാം സെപ്പറേറ്റ് വേറെ വേറെ കളറാണ്. അന്നേരം അനു പറഞ്ഞു എനിക്ക് പിങ്ക് വേണം, ആദ്യം പറഞ്ഞു പിങ്ക് വേണം, അവസാനം ഞാൻ പറഞ്ഞു 2 എണ്ണം മേടിച്ചു. അതാവുമ്പോ പിന്നെ അലമ്പില്ലല്ലോപ്പാ. എന്നിട്ട് ഞാനിങ്ങനെ നോക്കിയിരുന്നു ഈ പെന്ന് എങ്ങനെ ഇതിന്റെ ഇതില്ലേ റേസർ ഇല്ലേ, റബ്ബർ ഇല്ലേ, ഈ റബ്ബറിന് ക്യാപ്പ് ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ വലിച്ചോണ്ടിരിക്കുന്നു. പക്ഷെ അത് ക്യാപ്പില്ല. ആ കാണുന്നത് തന്നെയാ റബ്ബർ കേട്ടാ. സംഭവം അടിപൊളി. നമ്മ പഠിക്കുന്ന സമയത്തല്ലേ ഇത് ഉണ്ടായിനോമ. അവസാനം നമ്മളെ യൂട്യൂബ് ചാനലിന്റെ പേര് വെച്ചിട്ട് തന്നെ എഴുതി മയക്കാന്ന് വിചാരിച്ചേ. പക്ഷെ അനു ആദ്യമാ മറ്റേ വീഡിയോ എടുക്കുന്നത്. ഫോക്കസ് ചെയ്യുന്നത് നേരെ എവിടെയല്ലോ ആണ്. നന്നായിട്ട് മായുന്നുണ്ട്. ഉണ്ടാ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ എന്തോ. ഇല്ലേ, നന്നായിട്ട് മായുന്നുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ മായുന്നുള്ളത്. മുമ്പ് അങ്ങനത്തെ ഒരു ഹാർഡ് ആയിട്ടുള്ള ഒരു റേസർ കിട്ടില്ലേ. പക്ഷെ ഇത് അതങ്ങനല്ല കേട്ടോ. ഒരു പ്ലാസ്റ്റിക് കണക്കത്തെ ഒരു സംഭവമാണ് ഈ റേസർ എന്ന് പറയുന്ന സാധനം. അടിപൊളിയായിട്ട് മായുന്നുണ്ട്. എന്തായാലും വൈറ്റ്നർ മേടിച്ചിട്ട് പൈസ ചെലവാക്കണ്ടാന്ന് സാരം. പക്ഷെ ബ്ലൂ ഇങ്ക് ആണ്. അതുകൊണ്ട് ബ്ലൂ ഇങ്ക് എനിക്ക് അത്ര ഇഷ്ടമില്ല ഇങ്കല്ല പൊതുവേല്. അങ്ങനത്തെ എല്ലാം കാര്യം. എന്നാ പിന്നെ ആയിക്കോട്ടെ, ഇത്രയില്ലേ വീഡിയോ. ഓക്കെ എന്നാലേ.